നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉദ്ധവ് താക്കറെയുടെ നിഗമനങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ NCP നേതൃത്വം കാര്യങ്ങൾ മനസ്സിലെടുത്തിരിക്കുന്നത്. സുനേത്ര പവാറും ആ കാര്യങ്ങൾ അംഗീകരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ അതികായനായ അജിത് പവാറിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കേണ്ടത് ആവശ്യമുള്ള കാര്യം തന്നെയാണെന്ന് സുനേത്രയും സമ്മതിക്കുന്നു. അധികാരത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൻ്റെ പാർട്ടിക്ക് കിട്ടിയ പദവികളൊന്നും അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനും സുനേത്ര ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യത്തിൽ അവരുടെ ബന്ധു കൂടിയായിട്ടുള്ള സുപ്രിയ സുലെ, അതായത് നിലവിലെ ബാരാമതി MP, അവരോടാണല്ലോ സുനേത്ര പരാജയപ്പെട്ടത്. കൃത്യമായി സുപ്രിയ പറഞ്ഞിരിക്കുന്ന വാദഗതി എന്തെന്ന് വെച്ചാൽ, BJP നേതൃത്വവുമായി സഖ്യമുണ്ടാക്കിയവരുടെ അധോഗതിയെപ്പറ്റി അവർ വാചാലയായിരുന്നു. കാരണം ദേശീയ തലത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്തു നോക്കിയാൽ BJPയുമായി സഖ്യം ചേർന്ന പാർട്ടികളുടെ ഒക്കെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അവരിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന പല നീക്കങ്ങളും നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മോദി ഭരണകൂടം നടത്തിയിട്ടുണ്ട് എന്ന സുപ്രിയയുടെ വാക്കുകൾ സുനേത്ര മുഖവിലയ്ക്ക് എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ അജിത് പവാറിൻ്റെ മരണത്തിൽ കൃത്യമായിട്ടുള്ള ആസൂത്രിത നീക്കമുണ്ട് എന്നുള്ളതും അതിൻ്റെ പിന്നിൽ ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതും ശരിവെക്കുന്ന തരത്തിലാണ്. നമുക്കറിയാം, അഹമ്മദാബാദിലെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് റൂപാണിയുടെ മരണം അതുൾപ്പെടെ സംഭവിച്ചിരുന്നു. അത് വിജയ് റൂപാണിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കമായിരുന്നോ എന്നുള്ള വലിയ ആരോപണങ്ങൾ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം, അതിദാരുണമായിട്ടുള്ള ഈ സംഭവം ഈ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള വിമാന അപകടങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഇതുവരെയും തൃപ്തികരമല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാലസോറിലെ റെയിൽവേ അപകടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, അതുമായി ബന്ധപ്പെട്ട് ആർക്കാണോ ഉത്തരവാദിത്വം, അവരെ കൃത്യമായി ഡിസ്മിസ് ചെയ്യുകയോ അവർക്കെതിരെ കൃത്യമായി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ വിധിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ദുർബലപ്പെടുകയാണ് അന്വേഷണ വിഭാഗം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലും പ്രതിപക്ഷം ഒന്നടങ്കം ഈ വിഷയത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. തങ്ങൾക്കില്ലാത്ത ആദ്യം എന്തിനാണ് പ്രതിപക്ഷത്തിനെന്ന് ഫട്നാവിസ് ചോദിക്കുമ്പോൾ ഫട്നാവിസിൻ്റെ ഉത്തരം, ഇങ്ങനെയാണോ ഒരു ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് എന്നുള്ളതാണ് ഉദ്ധവിൻ്റെ ഉത്തരം. ഉദ്ധവ് വളരെ ശരിയായ ദിശയിലേക്കാണ് രാഷ്ട്രീയപരമായി നീങ്ങുന്നത്. താൽക്കാലികമായി BJPക്ക് ആധിപത്യമുണ്ട്, നേടിയെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ കൂട്ടുപിടിച്ച് അവിടെ നടത്തിയ തക്കിട പരിപാടികളൊക്കെ താൽക്കാലികമായി വിജയിപ്പിച്ചു എന്നതിൽ അപ്പുറത്തേക്ക് ഒരു ശാശ്വത വിജയം മഹാരാഷ്ട്രയിൽ BJPക്ക് ഇനി ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിരവധിയായ കോർപ്പറേഷൻ സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്.